എക്സാം കാപ്സ്യൂൾ. എല്ലാ ശ്രോതാക്കൾക്കും എക്സാം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഇന്ന് HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 5ാം മൊഡ്യൂളിനെ കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് കോഴ്സ് കോർഡിനേറ്റർ അക്ഷയ് കുമാർ. HST മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 5-ൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ +2 ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കുന്ന വെക്ടേഴ്സ് അഥവാ സദിശങ്ങൾ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അഥവാ അവകലജ സമവാക്യങ്ങൾ എന്നിവയാണ്. ഈ 2 ഭാഗങ്ങളിൽ നിന്നുമായി പരമാവധി 10 ചോദ്യങ്ങൾ വരെ മുൻ പരീക്ഷകളിൽ ചോദിച്ചു കാണുന്നുണ്ട്. വെക്ടേഴ്സ്, വെക്ടർ ഡിഫറൻസിയേഷൻ, വെക്ടർ ഇന്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നിവയാണ് ഈ മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വെക്ടേഴ്സ് എന്ന ഭാഗത്തുള്ള യൂണിറ്റ് വെക്ടേഴ്സ് അഥവാ ഏകത സദിശം, കൊളീനിയർ വെക്ടേഴ്സ്, IJK എന്നീ ഓർത്തോഗണൽ ട്രയാഡ്സ് എന്നിവ ഏറ്റവും അടിസ്ഥാനപരമായ ആശയങ്ങളാണ്. 2 വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് എന്നിവയും അവയുടെ സവിശേഷതകളും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇവയിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. 2 സമീപവശങ്ങൾ തന്നാൽ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണുന്നതും പ്രൊജക്ഷനുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചോദിച്ചു കാണുന്നുണ്ട്. 3 വെക്ടറുകളുടെ ഗുണനം അഥവാ സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്നിവ കാണുന്നതും അവയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കണ്ടുവരുന്നുണ്ട്. ഡിഗ്രി ക്ലാസ്സുകളിലാണ് സദിശങ്ങളുടെ അവകലജനം അഥവാ വെക്ടർ ഡിഫറൻസിയേഷൻ എന്ന ഭാഗം പഠിക്കാനുള്ളത്. സാധാരണയായി കർവേച്ചർ അഥവാ വക്രത, ടോർഷൻ, ഗ്രേഡിയന്റ്, ഡൈവേർജൻസ്, കേൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. വെക്ടർ ഫീൽഡ്, സ്കെയിലാർ ഫീൽഡ് എന്നിവയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. വെക്ടർ ഫംഗ്ഷനുകളുടെ ഇന്റഗ്രേഷൻ പ്രാധാന്യമേറിയ ഒരു ഭാഗമാണ്. ലൈൻ ഇന്റഗ്രൽ, സർഫസ് ഇന്റഗ്രൽ, വോള്യം ഇന്റഗ്രൽ എന്നിവയുടെ വ്യത്യാസവും കാണുന്ന രീതിയും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വെക്ടർ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ഡൈവേർജൻസ് തിയറം. ഇവയുമായി ബന്ധപ്പെട്ട 1ഓ 2ഓ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. 5ാം മൊഡ്യൂളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അവകലജ സമവാക്യങ്ങൾ അഥവാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഒരു ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഓർഡറും ഡിഗ്രിയും കാണുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിക്കുന്നതായി കാണുന്നു. വിവിധ തരത്തിലുള്ള 1ാം ഓർഡർ ഉള്ള അവകലജ സമവാക്യങ്ങളുടെ പരിഹാരങ്ങൾ കാണുന്ന രീതികൾ പ്രാധാന്യമുള്ളതാണ്. ലീനിയർ ഇക്വേഷൻസ്, സെപ്പറബിൾ ഇക്വേഷൻസ്, എക്സാക്ട് ഇക്വേഷൻസ് എന്നിവയുടെ പരിഹാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓർഡർ 2ആയ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ റോൺസ്കിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടുവരുന്നു. കൂടാതെ ഹോമോജീനിയസ് ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ് തുടങ്ങിയ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ പരിഹാരം, സൊല്യൂഷൻസ് ബൈ അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് എന്നീ ഭാഗങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സാധാരണയായി 3 മുതൽ 5 ചോദ്യങ്ങൾ വരെ ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 5ാം മൊഡ്യൂളിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് കോഴ്സ് കോർഡിനേറ്റർ അക്ഷയ് കുമാർ. നാളെ HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 6ാം മൊഡ്യൂളിനെ കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.